ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീം കോടതിയുടെ വാക്കാൽ നിരീക്ഷണം. കാലതാമസം നേരിടുന്ന കേസുകളുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്ന് കോടതി നിരീക്ഷിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. പക്ഷേ വാക്കാലുള്ള പരാമർശം എന്താണ്? കോടതി നടത്തിയ വാക്കാലുള്ള പരാമർശം. രാഷ്ട്രപതി റഫറൻസിലെ വാദം കേൾക്കലിന്റെ 6ാം ദിവസമാണിന്ന്. റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദമായിരുന്നു കോടതിയിൽ ഇന്ന് പുരോഗമിച്ചത്. ഇതിനിടയിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ബില്ലുകൾ തടഞ്ഞുവെക്കുന്ന ചില സംഭവങ്ങളുടെ പേരിൽ, ചില സന്ദർഭങ്ങളുടെ പേരിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ കാലതാമസം നേരിടുന്ന ചില കേസുകളുണ്ട്. അത്തരം കേസുകളുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പോൾ സുപ്രീം കോടതി ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കാനായി കഴിയും. എന്നാൽ ഇത് സമയപരിധി നിശ്ചയിക്കലല്ല എന്നുകൂടി കോടതി ഇന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ഇനി സമയപരിധി തീരുമാനിക്കുകയാണെങ്കിൽ അത് കോടതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമെന്നായിരുന്നു ജസ്റ്റിസ് വിക്രംനാഥും വാക്കാൽ പറഞ്ഞത്. അതായത് നിലവിൽ ഈ ഒരു കോടതിയുടെ നിരീക്ഷണം എത്തി നിൽക്കുന്നത് ഈ ചില കേസുകളുടെ കാര്യത്തിൽ. ഇപ്പോൾ തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഗവർണർമാർ ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കേസുകളുടെ പേരിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒരു സമയപരിധി നിശ്ചയിക്കാനായി കഴിയില്ല. ഇനി അങ്ങനെ സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അത് കോടതി ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് തുല്യമാകും എന്ന രീതിയിലാണ്. കാരണം ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അതിന്റെ അവകാശം പാർലമെന്റിനാണ്. അപ്പോൾ ആ ഒരു അവകാശം കവരുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് കോടതി ഇന്ന് വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പ്രത്യേക സമയപരിധി ഈ വിഷയത്തിൽ വേണം എന്നൊരു ആവശ്യമായിരുന്നു ഈ റഫറൻസിനെ എതിർത്ത് കക്ഷികൾ മുൻപോട്ട് വച്ചത്. ഒരു സമയപരിധി തടഞ്ഞു വെക്കുകയും ഇത്തരത്തിൽ നിയമസഭയെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്യും എന്നൊരു വാദമാണ് ഉയർന്നത്. അച്യുതൻ, ഇതിലിപ്പോൾ കേന്ദ്രം പറഞ്ഞ വാദം, അതായത് അത്തരത്തിലേക്ക് സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാദത്തെ കോടതി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തുടക്കത്തിൽ തന്നെ കേന്ദ്രം ഉന്നയിച്ചൊരു കാര്യം, ഈ കോടതി, അതായത് ഭരണഘടന പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു പ്രത്യേക സമയപരിധി രാഷ്ട്രപതിക്കും ഗവർണർക്കും ഇല്ല എന്നായിരുന്നു കേന്ദ്രം ഉന്നയിച്ചിരുന്ന വാദം. ആ ഘട്ടത്തിൽ കേന്ദ്രം പറഞ്ഞിരുന്നത് കോടതി ഇത്തരത്തിലൊരു സമയപരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് തുല്യമായി മാറുമെന്നും കേന്ദ്രം പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിൽ അന്നും ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അതായത് ചില കേസുകളുണ്ട്. ഇപ്പൊ തമിഴ്നാട്, കേരളം ഉൾപ്പെടെയുള്ള ചില സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ സമയപരിധി നിശ്ചയിക്കാനായി കഴിയില്ല. ആ തരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് തുല്യമാകും, ആ പ്രക്രിയയ്ക്ക് തുല്യമാകും. എന്തായാലും നിലവിൽ ചില കേസുകളുണ്ട്, ശരി തന്നെയാണ്. ആ കേസുകളിൽ ആ കക്ഷികൾക്ക് കോടതിയെ സമീപിച്ച് കോടതിക്ക് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ആ ഒരു സമയപരിധി എന്നുള്ളത് എത്ര എന്നത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ 6 മാസത്തിലധികമൊക്കെ വച്ച് താമസിപ്പിക്കുന്നു എന്ന പരാതി സംസ്ഥാനങ്ങൾക്കുണ്ടല്ലോ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്. തീർച്ചയായിട്ടും അനുജ, അത് കോടതി നിരീക്ഷിച്ച കാര്യമാണ്. അതായത് 6 മാസത്തോളം ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ കഴിഞ്ഞ തവണ നിരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ അത്തരമൊരു സമയപരിധിയെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും കോടതിയുടെ നിരീക്ഷണങ്ങൾ എത്തിയിട്ടില്ല. നിലവിൽ ഈ വാദം തുടരുന്ന സാഹചര്യമായതിനാൽ തന്നെ നിലവിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ പലതും ഒരുപക്ഷെ ഓരോ വാദഘട്ടങ്ങളിലും അതിന് മാറ്റം വരുത്തിയേക്കാം. കാരണം അത് കോടതി എല്ലാ തരം പരിശോധനകളും നടത്തിയ ശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ റഫറൻസിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇവിടെ പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് ഈ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. മറ്റൊന്ന്, ബില്ലുകളിൽ 3 ഓപ്ഷനുകളാണ് സ്വാഭാവികമായും ഉള്ളത്. അനുമതി നൽകാനും അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാനും, മറ്റൊന്ന് രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യാനും. പക്ഷേ ഈ 3 തീരുമാനങ്ങളും കൈക്കൊള്ളാതെയാണ് ഈ ബില്ലുകൾ അനന്തകാലം ഗവർണർമാർ ഈ തടഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു പരിഹാരം എന്ന് തന്നെയാണ് കോടതി കാണേണ്ടത്. അതായത് സമയപരിധി നിർവചിക്കാനാകില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു പോംവഴി എന്നത് നിർണായകമാണ്. ആ പോംവഴി കോടതി നിർവചിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കൂടി ഒരു പരിഹാരമാകും. അല്ലെങ്കിൽ ഇത് വീണ്ടും ഈ പറഞ്ഞതുപോലുള്ള കോടതികളിലേക്ക് തന്നെ ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കടക്കും. എന്തായാലും നിലവിൽ ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു മാറ്റം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. നിലവിലെ നിരീക്ഷണം വാക്കാലുള്ള നിരീക്ഷണമാണ്. അതൊരു ഉത്തരവായോ അങ്ങനെയെങ്കിൽ ഇത് അന്തിമ ഉത്തരവ് എന്ന തരത്തിലേക്ക് ഇനി ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ എപ്പോഴാകും അച്യുതൻ? അനുജ, 2 ദിവസം കൂടിയാണ് ഇനി റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം ഉന്നയിക്കാനായി അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ മാസം 10-ന്, അതായത് ഇനി അഡീഷണൽ
ആർക്കെങ്കിലും എന്തെങ്കിലും വാദം ഉന്നയിക്കാൻ ഉണ്ടെങ്കിൽ അത് സെപ്റ്റംബർ 10 ഈ മാസം ആയിരിക്കും ആ വാദം കേൾക്കുക. അതിനുശേഷമായിരിക്കും ഈ രാഷ്ട്രപതി റഫറൻസിൽ ഒരു ഉത്തരവ് പറയാനായി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുക. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും. കാരണം ജസ്റ്റിസ് JB പർദിവാലയുടെ ആ ഉത്തരവ് പൂർണ്ണമായും ശരിവെക്കുമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം ഭേദഗതി ആ ഉത്തരവിൽ ചില ഭേദഗതികൾ കൊണ്ടുവരുമോ എന്നതാണ് നിർണായകം. കാരണം ഈ ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞു വെക്കുന്ന ആ ഒരു അവരുടെ ഒരു പ്രവണത അത് തെറ്റാണെന്ന് കോടതി ഇതിനോടകം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ഉത്തരവിൽ ഒരു പക്ഷേ ഒരു ഭേദഗതി ഉണ്ടായേക്കാം. ഏതെങ്കിലും തരത്തിൽ ഈ സമയപരിധി നിർവചിക്കാനാകില്ലെങ്കിൽ കൂടിയും ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടുള്ള ചില നടപടികളിലേക്ക് കൂടി കോടതി ഭരണഘടനാ ബെഞ്ച് ഈ വാദങ്ങളുടെ അവസാനം കടന്നേക്കാം. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഇതിപ്പോൾ സുപ്രീം കോടതി നടത്തിയിരിക്കുകയാണ്. ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നതാണ് വാക്കാലുള്ള കോടതിയുടെ നിരീക്ഷണം. കാലതാമസം നേരിടുന്ന ചില കേസുകളുണ്ട്. അത് കേരളവും തമിഴ്നാടുമൊക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങളിൽ കോടതിയെ സമീപിക്കാമെന്നതാണ്. ഈ കാലതാമസം എന്നുള്ളത് എത്ര കാലമാണ് എന്നൊക്കെയുള്ളതിൽ ഒന്നും കോടതി ഇപ്പോൾ കൃത്യമായൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തുടർവാദങ്ങളൊക്കെ ഉണ്ടായി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഇതിൽ വ്യക്തതയോടെ തന്നെ കോടതിയുടെ അന്തിമ ഉത്തരവ് വരാനാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.